ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീസ് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു 2 വിസിൽ 3 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചൂടോടെ തന്നെ ഇത് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുക്കാം. കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എരിവനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എരിവില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ചേർത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസിനൊന്നും അളവില്ല. അത് നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയണം. ആ ഒരു പാകത്തിനാണ് ഇത് വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി എരിവനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കണം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം, കട്ടയില്ലാതെ. ഒരുപാട് തിക്കായിട്ട് വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ ബ്ലോക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൽ നിന്ന് കുറച്ച് ഈ പൊട്ടറ്റോയുടെ മിക്സ് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലൊരു കുഴി ഉണ്ടാക്കാം. അതിലേക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ചേദാർ ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ബോൾ ആക്കിയെടുക്കണം. ഈ മൊസറല്ല ചീസൊന്നും പുറത്താവാതെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് കാണുകയാണെങ്കിൽ അത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് എടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്ന എന്തിൻ്റെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു തത്തയുണ്ട്, അത് ബഹളം വയ്ക്കുന്ന സൗണ്ടാണ്. ഈ വീഡിയോയുടെ മിക്ക എല്ലാ വീഡിയോയിലും ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്.
ഭയങ്കര ബഹളമാണ് എപ്പോഴും കിടന്നിട്ട്. ടാറ്റ പറയാം ഇപ്പോൾ. ഇതേപോലെ തന്നെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്നാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി കൊടുക്കാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒരു ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇതിൽ നമ്മൾ ചീസൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്